ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമാകുകയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം സ്ഥാനാർത്ഥി നിർണയ തിരക്കിലുമാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ പാർട്ടികളുടെയും 3-1 സ്ഥാനാർത്ഥികളെങ്കിലും സ്ത്രീകളാകണമെന്നും ഒരു സ്ഥാനാർത്ഥിയെങ്കിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നാകണമെന്നുമുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം ചെയർപേഴ്സൺ പ്രൊഫസർ കുസുമൻ ജോസഫ്. പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ നിയമം അടുത്ത തെരഞ്ഞെടുപ്പോടെ പ്രാവർത്തികമാകുന്ന സാഹചര്യത്തിൽ അതിന് കാത്തു നിൽക്കാതെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സംവരണം പ്രായോഗികമാക്കണമെന്നാണ് തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത്. ഏവർക്കും സ്വാഗതം. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റ് ഒക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം. രണ്ടായിരത്തി 2023 കേന്ദ്ര സർക്കാർ വനിതാ സംവരണ നിയമം പാസ്സാക്കിയത്. അതൊരു വലിയ സംഭവമായിട്ടും സ്ത്രീകൾക്കൊരു എന്താ പറയേണ്ടത്, നാട്ടിലേറ്റവും മഹത്തായ ഒരു കാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നരേന്ദ്രമോദി സ്ത്രീ അനുകൂല നിലപാടെടുത്തു എന്നും പറഞ്ഞാണ് അത് പാസ്സാക്കിയത്. അപ്പം തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായിരുന്നു ഇതൊരു വലിയ ചതിയാണ് എന്ന്. അത് പറയാൻ കാരണം ഈ പാസ്സാക്കിയ നിയമത്തിൻ്റെ കൂടെ 2 കണ്ടീഷൻസ് എഴുതി ചേർത്തിരിക്കുകയാണ്. അനാവശ്യമായ, അപ്രായോഗികമായ, ഈ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ ഇത് നടക്കരുത് എന്ന വലിയ വാശിയോടുകൂടി ആസൂത്രിതമായി എഴുതി ചേർത്ത 2 കണ്ടീഷൻസാണ്. അതിൽ ഒന്ന് എന്താണ്, ഈ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കണം എന്നാണ്. അത് വളരെ നല്ല കാര്യമാണ്, കണക്കെടുപ്പ് നടക്കേണ്ടതാണ്. രണ്ടാമത്തേത്, ഈ ജനസംഖ്യാ കണക്കെടുപ്പിന് ശേഷം മണ്ഡല പുനർനിർണയം, ഡീലിമിറ്റേഷൻ നടത്തിയിട്ട് മണ്ഡലങ്ങൾ പുനർനിർണയിച്ചതിന് ശേഷം സ്ത്രീകൾക്ക് ഏതൊക്കെയാണ് മണ്ഡലങ്ങൾ എന്ന് തീരുമാനിക്കും എന്നാണ്. അങ്ങേറ്റം പരിഹാസ്യമായ ഒരു നിലയാണിത്. ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിനെ വളരെ തന്ത്രപൂർവ്വം സർക്കാരുകൾ നീക്കി കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറയുന്നു ഇത് രണ്ടും കഴിഞ്ഞിട്ട് എന്ന്. സ്ത്രീകൾക്ക് 33% സീറ്റ് തരാൻ എന്തിനാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്? ഇപ്പോൾ ഉള്ള എത്രയാണോ സീറ്റ് അതിൽ 33% തരികയാണ് വേണ്ടത്. അതിന് യാതൊരു ജനസംഖ്യാ കണക്കെടുപ്പും ആവശ്യമില്ല, അതിന് മണ്ഡല പുനർനിർണയവും ആവശ്യമില്ല. ആ സമയത്താണ് ഇത് സ്ത്രീകളെ പറ്റിക്കുകയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇത് പാർട്ടികളോട് ആവശ്യപ്പെടാം എന്ന് തീരുമാനിക്കുന്നത്. ഈ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ മൂവ്മെൻറ്റ് 2019 തുടങ്ങിയതാണ്. നമ്മൾ പക്ഷേ 2023 വളരെ ആക്റ്റീവായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കാരണം ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കി രാജ്യത്തെ സ്ത്രീകളെ അതിഭീകരമായി കബളിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടില്ല. BJP തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ, ഇത്രയും കാലമുണ്ടായിട്ടും വനിതാ സംവരണ ബില്ല് പാസ്സാക്കാൻ ആർക്കും സാധിച്ചില്ലല്ലോ, ഞങ്ങൾ വേണ്ടി വന്നു അതിന്. ഇങ്ങനെ ചെയ്യാൻ ആർക്കും പറ്റും. കൊടുക്കാതിരിക്കാൻ വേണ്ടി, നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി ഒരു നിയമം പാസ്സാക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അതാണ് ഇപ്പം സംഭവിച്ചത്. 23 പാസ്സാക്കിയിട്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കുക എന്താ, 24 33% സീറ്റുകൾ സ്ത്രീകൾക്ക് ലഭിക്കും എന്നാണ്. പക്ഷെ അതുണ്ടായില്ല. അതിന് കാരണം ഈ കണ്ടീഷൻസാണ്. കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം ആലോചിക്കാം എന്നാണ്. അപ്പോൾ 2024 നടന്നില്ല. അതിനുശേഷം വിവിധ നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അതിലൊന്നിലും നടക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ അതിനൊരു ഈ ഓരോരോ പാർട്ടികളെ ആയിട്ട് ചെന്ന് കാണാൻ തീരുമാനിക്കുന്നത്. ഈ ബില്ല് പാസ്സാക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിരുന്ന ഇന്ത്യ മുന്നണി
ഈ ഇന്ത്യ മുന്നണി വലിയ പ്രതിഷേധം അവിടെ ലോക്സഭയിൽ ഉയർത്തിയിരുന്നു. അവർ വളരെ സീരിയസ് ആയ വളരെ ജെനുവിനായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഈ കണ്ടീഷൻസ് വെക്കാൻ പാടില്ല, നിയമം പാസ്സാക്കിയാൽ അതിപ്പോൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, അതിന് കാലതാമസം പാടില്ല, ഉടനടി നടപ്പാക്കണം എന്നാണ്. അത് കേൾക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്. അപ്പം നമ്മൾ ചോദിക്കുന്നത്, ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതായത് കേരളത്തിൽ ഭരണകക്ഷിയും കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും എല്ലാം ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ടതാണ്. BJPക്ക് ഇപ്പോൾ കേരളത്തിൽ നിയമസഭയിൽ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ BJP അല്ലാത്ത എല്ലാ കക്ഷികളും അവിടെ ഉന്നയിച്ച ആവശ്യം ഇത് കാലതാമസമില്ലാതെ നടപ്പാക്കണമെന്നും ഇത് രാജ്യത്തെ സ്ത്രീകൾക്ക് ലഭ്യമാകണം എന്നുമാണ്. അപ്പോൾ അത് പറയുമ്പോൾ അവരവിടെ ഉന്നയിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും, സ്ത്രീകളും പുരുഷന്മാരും ട്രാൻസ്ജെൻഡേഴ്സും എല്ലാ മനുഷ്യരും കണ്ടുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ അത് അവരവിടെ ഉന്നയിച്ചതിന് അവർക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അവരുടെ വാക്കിന് വിലയുണ്ടെങ്കിൽ, അവർ ധാർമ്മികമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങൾ അവിടെ ഉന്നയിച്ച കാര്യം അത് സത്യസന്ധമാണെങ്കിൽ, അതാണ് അതിന് ഏറ്റവും പറ്റിയ വാക്ക്, അവർ വളരെ സത്യസന്ധമായിട്ടാണ് അതവിടെ പറഞ്ഞതെങ്കിൽ അവർ ചെയ്യേണ്ടത്, അവരുടെ പാർട്ടികൾ ഈ നിയമം നടപ്പാക്കാൻ വേണ്ടിയല്ല നരേന്ദ്രമോദി പാസ്സാക്കിയത് എന്ന് മനസ്സിലാവുമെങ്കിൽ ചെയ്യേണ്ടത്, അവർക്ക് മനസ്സിലായല്ലോ, ചെയ്യേണ്ടത് സ്വന്തം പാർട്ടികൾ, ഓരോരോ പാർട്ടികളും തങ്ങളുടെ പാർട്ടിയിലെ സ്ത്രീകൾക്ക് 33% സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ആവശ്യപ്പെടാൻ അതാത് പാർട്ടികളിലെ സ്ത്രീകൾക്ക് പറ്റുന്നില്ല. നമുക്കറിയാമല്ലോ, രാഷ്ട്രീയ പാർട്ടികളെല്ലാം വലിയ തോതിൽ പുരുഷാധിപത്യമുള്ളതാണ്. എല്ലാ നേതൃസ്ഥാനത്തിരിക്കുന്നവരെല്ലാവരും പുരുഷന്മാരാണ്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തങ്ങൾക്ക് ഈ 33% കിട്ടണം എന്ന് പറയാൻ രാഷ്ട്രീയ പാർട്ടികളിലെ സ്ത്രീകൾക്ക് അവരുടെ മനസ്സിലുണ്ടെങ്കിലും അത് പറയാനുള്ള ധൈര്യം അവർക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യമില്ല. അതുകൊണ്ടാണ് തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം 2023 ഞങ്ങൾ മീറ്റിംഗ് കൂടി ഇതിങ്ങനെ പോയാൽ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിയും അവരുടെ സ്ത്രീകൾക്ക്, അവരുടെ ഓരോ പാർട്ടിയിലും, കേരളത്തിലെ ഓരോ പാർട്ടിയിലും ബഹുമിടുക്കികളായ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്ക് 33% സീറ്റ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ 23 ഊർജിതമായി തുടങ്ങിയത്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഒന്നും ഉണ്ടായില്ല, യാതൊന്നും ഉണ്ടായില്ല. വളരെ മോശമായിരുന്നു. ഈ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥി നിർണയം. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും പോയി കണ്ടു, ആരെയും ഒഴിവാക്കിയില്ല. അപ്പോൾ അവർ പറയുന്നത്, സാധാരണ എപ്പോഴും എല്ലായിടത്തും പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് പോലെ സ്ത്രീകളെ നിർത്തിയാൽ തോൽക്കും എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? സ്ത്രീകളെ നിർത്തിയാൽ തോൽപ്പിക്കും എന്നാണ്. സ്ത്രീകൾക്ക് വിന്നബിലിറ്റി ഇല്ല, ഇങ്ങനെ ഓരോ ന്യായം പറഞ്ഞു. പിന്നെ ചില പാർട്ടികൾ വളരെ സ്വകാര്യമായി നമ്മളോട് പറയുന്നത്, ഇപ്പോൾ മത്സരിച്ച, അതായത് ഇപ്പോൾ നിലവിൽ MP-മാരായിട്ടുള്ളവർ, നിലവിൽ മത്സരിച്ച് തോറ്റവരൊക്കെ അവർക്ക് ഒരിക്കൽ കൂടി മത്സരിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അതിനെതിരായി ഒരു സ്ത്രീയെ കൊണ്ടുവന്ന്, അവരെ മാറ്റിയിട്ട് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയാൽ ആ സ്ത്രീക്കെതിരെ അവർ പ്രവർത്തിക്കും എന്നാണ്. ഇതൊക്കെയാണ് പാർട്ടികൾക്ക് ഉള്ളിലെ ഒരു ധാർമ്മികത എന്ന് പറയുന്നത്. അത് ഉണ്ടായില്ല. ഒരാളും ലോക്സഭയിലേക്ക്, ഈ 20 പേരും പുരുഷന്മാരായി. പിന്നെ യാദൃശ്ചികമായി രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും കേരളത്തിലെ സീറ്റ് ഒഴിവാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ ചേർന്ന് പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തിൻ്റെ സഹോദരി ആയതുകൊണ്ട് മത്സരിപ്പിക്കുകയും അവർ ജയിക്കുകയും ചെയ്തു. ഈ കേരളത്തിൽ നിന്ന് ഇത്രയേറെ സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്യാൻ ലോക്സഭയിൽ ഒരേ ഒരു MP മാത്രമാണുള്ളത്, ഒരേ ഒരു വനിത മാത്രമാണ്. കേരളത്തിലെ നിയമസഭയുടെ ചരിത്രം ആലോചിച്ചാൽ വലിയ സങ്കടം തന്നെയാണ്. 1957 ഒന്നാമത്തെ നിയമസഭയിൽ 5% സ്ത്രീകളുണ്ടായിരുന്നു. ഇപ്പോൾ 15ാമത്തെ നിയമസഭയായി. ഈ 15ാമത്തെ നിയമസഭയിലുള്ളത് 8% ഒരു അല്പം മുന്നേ. അതായത്
140 പേരിൽ 11 സ്ത്രീകളാണുള്ളത്. ശരിക്കും വളരെ ലജ്ജാകരമാണ് ഈ അവസ്ഥ. അതെന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടിയിലെ പുരുഷന്മാർക്ക് മനസ്സിലാകാതെ പോകുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. 15 നിയമസഭകൾ കടന്നിങ്ങോട്ട് വന്നിട്ട് നമ്മൾ വലിയ പുരോഗമനമാണ് എപ്പോഴും പറയുന്നത്. ഇങ്ങനെ കേരളം എന്തെല്ലാമോ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1 ആണ്. പക്ഷേ സ്ത്രീകളെ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇനി ഈ നിർമ്മാണ സഭയിൽ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വങ്ങളിലേക്കും സ്ത്രീകളെ അംഗീകരിക്കാൻ ഈ കേരളത്തിലെ പുരുഷന്മാർക്ക് വലിയ മടിയാണ്. 12 പേരുണ്ടായിരുന്നു സ്ത്രീകൾ. നിർഭാഗ്യവശാൽ ഒരാൾ മരണപ്പെട്ടു പോയി. അത് വലിയ സങ്കടമായിപ്പോയി. ഈ കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്ത് നിന്ന്, കേരളത്തിൽ മുസ്ലിങ്ങൾ ഏറ്റവും അധികം ഉള്ള പ്രദേശം വടക്കൻ ഏരിയകളാണ്, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ഇതൊക്കെ ഉള്ള ഈ മുസ്ലിങ്ങൾ ധാരാളമായിട്ടുള്ള പ്രദേശത്ത് നിന്ന് ഒരൊറ്റ MLA ആണ് ഈ നിയമസഭയുടെ ചരിത്രത്തിലുണ്ടായത്, കാനത്തിൽ ജമീല. അവർ മരണപ്പെട്ടു പോയി. ഇപ്പോൾ 11 പേരേ ഉള്ളൂ. വളരെ വളരെ പരിതാപകരമാണ് കേരളത്തിൻ്റെ നിയമസഭയുടെ അവസ്ഥ. അത് നമ്മൾ പറഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തം ശരാശരിയേക്കാൾ കേരളത്തിൻ്റെ ഈ ശതമാനം താഴെയാണ് എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ ഈ നമ്പർ 1 ആണ് എന്ന് പറയുന്നതിൻ്റെ ഒരു 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 പരിമിതി, ഒരു പോരായ്മ, ഒരു ലജ്ജാകരമായ അവസ്ഥ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും 22-23% വരെ വനിതാ സാമാജികരുണ്ട്. ഛത്തീസ്ഗഡിലൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കുറഞ്ഞു വന്ന് നിരവധി സംസ്ഥാനങ്ങൾക്ക് ശേഷം UPക്കുമൊക്കെ ശേഷമാണ്, UP ഒക്കെ വളരെ മുന്നിലാണ് കേരളം എത്തുന്നത് എന്നുള്ളത്. മുഖ്യമന്ത്രിമാരുടെ കാര്യവും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ വിവിധ സംസ്ഥാനങ്ങളിലായി 17 മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ 17 മുഖ്യമന്ത്രിമാരിൽ ഒരാൾ പോലും കേരളത്തിൽ നിന്നല്ല. UPയിലാണെങ്കിൽ പലതവണ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, ബീഹാറിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഗംഭീരമായി ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുകയാണ്. തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ട്, ഗുജറാത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലുണ്ടാവില്ല. അതാണ് കേരളത്തിൻ്റെ ഒരു ആണാധിപത്യ സ്വഭാവം എന്ന് പറയുന്നത്. അത് എല്ലാ മേഖലയിലും ഉണ്ട് എന്നുള്ളത് എവിഡൻ്റാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഗൗരിയമ്മ വിജയിക്കുന്നതും. നമ്മളൊന്നും രാഷ്ട്രീയത്തിലെ പറ്റി അന്നൊന്നും ചിന്തിച്ചിരുന്നേ ഇല്ല, രാഷ്ട്രീയ പാർട്ടിയോട് ഒന്നും ആഭിമുഖ്യമൊന്നുമില്ല. പക്ഷേ എന്തൊരാവേശത്തിലാണ് ആ മുദ്രാവാക്യം കേട്ടത്. ഞങ്ങൾ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് അന്ന് രാത്രിക്ക് ഈ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം, അതിനു മുന്നേയും മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഗൗരിയമ്മ ജയിച്ചാൽ ഗൗരിയമ്മയായിരിക്കും മുഖ്യമന്ത്രി. അപ്പം നമ്മളെല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് അടുത്ത തവണ ഒരു വനിതാ മുഖ്യമന്ത്രി വരും. അന്നേ നമ്മളുടെ മനസ്സിൽ അതൊരു അഭിമാനകരമായ കാര്യമായിട്ട് തോന്നിയിരുന്നു. ഒരു വേണ്ട അംഗീകാരം കിട്ടുന്നു എന്നുള്ളത്. അന്ന് രാത്രിയിൽ ഞങ്ങളുടെ ലേഡീസ് ഹോസ്റ്റലിൻ്റെ മുന്നിൽ കൂടി ഈ പന്തമെല്ലാം കൊളുത്തിപ്പിടിച്ചിട്ട് ആളുകൾ കേരന്തിങ്ങും കേരളനാട് KR ഗൗരി ഭരിക്കട്ടെ എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. ഭരിച്ചിടും എന്നാണ് പലരും പറയുന്നത് കേൾക്കുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ കേട്ടത് അങ്ങനെയാണ്. അപ്പോൾ അത് ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ ഈ ലേഡീസ് ഹോസ്റ്റലിൽ കയറേണ്ട സമയമൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഉള്ളിൽ നിന്നാണ് ഇത് കാണുന്നത്. എന്നിട്ടും തുറന്നിറങ്ങി ഓടി വന്ന് ഈ ആളുകളുടെ ആഹ്ലാദത്തിൽ, ആരവത്തിൽ പങ്കുചേർന്നതാണ്. പക്ഷേ പിന്നീട് പല പല കാരണങ്ങൾ കൊണ്ട് അത് മാറ്റി. പക്ഷെ നമുക്ക് കൃത്യമായിട്ടറിയാം, അത് ഗൗരിയമ്മ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ ആയതുകൊണ്ടും ജാതിയിൽ താഴെ ആയതുകൊണ്ടും ഗൗരിയമ്മ ഒഴിവാക്കി എന്ന് ഗൗരിയമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗൗരിയമ്മയേക്കാൾ പ്രഗത്ഭയായ ഒരു മുഖ്യമന്ത്രി, ഒരു സ്ത്രീ എന്നല്ല, ഗൗരിയമ്മയേക്കാൾ പ്രഗത്ഭയായ ഒരു മന്ത്രി ആരുണ്ടായിരുന്നു? ഗൗരിയമ്മയേക്കാൾ പ്രഗത്ഭയായ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന, ഏറ്റവും പുരോഗമനപരമായ തീരുമാനങ്ങൾ നടപ്പാക്കിയ ഒരു മന്ത്രി ആരായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോൾ അവർ മുഖ്യമന്ത്രി ആയാൽ
എത്ര ഗംഭീരമായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിന് ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അഭിമാനകരമായ ഒരു കാര്യമായേനെ. പക്ഷെ അതുണ്ടായില്ല. സ്ത്രീ ആയതുകൊണ്ട് ഒതുക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഞങ്ങൾ വിചാരിക്കുന്നത്. സ്ത്രീകൾ മനസ്സിലാക്കുന്നത് സ്ത്രീക്ക് എന്ത് കിട്ടണമെങ്കിലും അത് ഒരു പോരാട്ടത്തിലൂടെ തന്നെ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ വോട്ടവകാശം സ്ത്രീകൾ വലിയ പോരാട്ടം നടത്തി നേടിയതാണ്. സ്വത്തവകാശം ഇപ്പോഴും വിവിധ സമുദായങ്ങളിൽ സ്വത്തവകാശം ഇല്ല. നമുക്കറിയാം, ക്രിസ്ത്യാനികൾക്ക് സ്വത്തവകാശം പുരുഷന്മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ സ്വത്ത് മകന് എന്നുള്ളതായിരുന്നു. സ്ത്രീകൾക്ക് സ്ത്രീധനം പോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുത്തൊഴിവാക്കുക എന്നുള്ളതാണ്. മേരി റോയിയെ പോലെയുള്ള ഒരാൾ ദീർഘനാൾ കോടതിയിൽ കേസ് നടത്തി സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരുമ്പോഴാണ് ഒരു വീട്ടിലെ ആൺകുട്ടിയും പെൺകുട്ടിയും അവകാശത്തിൻ്റെ കാര്യത്തിൽ തുല്യരാണെന്ന് സുപ്രീം കോടതി പറയേണ്ടി വന്നു. അതുവരെ ഈ മതം, ദൈവത്തിൻ്റെ പേരിലുള്ള ഈ മത ആചാര്യന്മാർക്കോ കുടുംബത്തിലെ ഈ പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും നടപ്പാക്കിയിട്ടില്ല. ഇങ്ങനെയാണ് ഓരോ കാര്യത്തിലും. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണം, ബന്ധു വീട്ടിൽ പോകണം, സ്വാതന്ത്ര്യം മുഴുവൻ, എല്ലാ കാര്യങ്ങളും സ്വാതന്ത്ര്യം, എല്ലാ അവകാശങ്ങളും, സ്വത്ത്, സകല സാധനത്തിൻ്റെയും കസ്റ്റോഡിയൻ പുരുഷനാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പുരുഷന്മാർ വലിയ ഉദാരതയോടുകൂടി സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഞാൻ അവൾക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ. ഇയാൾ അതിൻ്റെ കസ്റ്റോഡിയനാണ്. ഇയാളിങ്ങനെ വേണ്ടത്ര അളവിൽ വലിയ അപകടം വരാത്ത തലത്തിൽ മകൾക്കും ഭാര്യയ്ക്കും ഒക്കെ കൊടുക്കും എന്നുള്ളതാണ്. മകനാകുമ്പോൾ ആ പ്രശ്നമില്ല, അയാൾ അത് അനുഭവിക്കാനുള്ള അവകാശമുള്ള യോഗ്യതയുള്ള ആളാണ് എന്നുള്ളത്. ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഇപ്പോഴും മുസ്ലിം സമൂഹത്തിന് സ്വത്തവകാശമില്ല പെണ്ണുങ്ങൾക്ക്. എന്തെല്ലാം നൂലാമാലകളാണ് അതിൽ. ഈ വീട്ടിൽ പെൺകുട്ടികൾ മാത്രമായാൽ പിന്നെ വലിയ തലവേദനയായി. ഇപ്പോൾ അവരതിൻ്റെ പേരിൽ ഈ മുസ്ലിം നിയമപ്രകാരം വിവാഹം കഴിച്ച ആളുകളെല്ലാം സ്പെഷ്യൽ മാരേജ്, എല്ലാം എന്ന് വെച്ചാൽ സാമാന്യം ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടും വിവാഹിതരാകുകയാണ്, രജിസ്റ്റർ ചെയ്യുകയാണ്. ഈ സ്വത്ത് അവരുടെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളതുണ്ട്. അതിനെതിരെയൊക്കെ വലിയ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ വോട്ടവകാശവും എല്ലാത്തരം അവകാശങ്ങളും സ്ത്രീകൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പോരാട്ടം നടത്തി നേടിയത് തന്നെയാണ്. വിദ്യാഭ്യാസം നേടാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം അതെ. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ മതവും രാഷ്ട്രീയവും പുരുഷൻ്റെ നിർമ്മിതികളാണ്. അവർക്ക് സ്വാതന്ത്ര്യവും അധികാരവും അവകാശങ്ങളും കസ്റ്റഡിയിൽ വയ്ക്കാൻ വേണ്ടി അവരുണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ് ഈ മതവും രാഷ്ട്രീയവും. ഇതിലേക്ക് സ്ത്രീകളിങ്ങനെ പോരാടി അല്ലെങ്കിൽ യാചിച്ച് ഇങ്ങനെ കടന്ന് ഉദാരതയോടുകൂടി പുരുഷൻ തരേണ്ട എന്തൊക്കെയോ ആണ് ഇതിനകത്തൊക്കെയുള്ള സ്ത്രീകളുടെ അവസ്ഥ. സ്ത്രീകളെ നിയന്ത്രിക്കാനാണ് മതങ്ങൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ എന്താ അവസ്ഥ? നമ്മൾ ഈ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണം എന്ന് ഞങ്ങളെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മിടുക്കികളായ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കുമെന്ന്, വോട്ടല്ല സീറ്റ് കൊടുക്കുമെന്ന്. അപ്പോൾ അവർ പറയുന്ന മറുപടി വിന്നബിലിറ്റി ഇല്ല എന്നാണ്. അത് ചരിത്രപരമായി വലിയൊരു തെറ്റാണ്. ഈ 1957 തെരഞ്ഞെടുപ്പ് മുതൽ അന്ന് നിർത്തിയവരിൽ ഭൂരിപക്ഷം പേരും ജയിക്കുകയത്. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ തന്നെ CPI 2 പേരെ നിർത്തി 2 പേരും ജയിച്ചു. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷേ ചില കാര്യങ്ങൾ, സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്ന ആളുകളെല്ലാം എവിടെയെങ്കിലും സ്ത്രീകൾ തോൽക്കാതെ ഒന്നും ഇരിക്കില്ല. പുരുഷന്മാർ നിൽക്കുന്നതിൽ എല്ലാവരും അങ്ങ് ജയിക്കണം, അങ്ങനെയാണെങ്കിൽ പിന്നെ മത്സരം ഇല്ലല്ലോ. സ്ത്രീകളും പിന്നെ സ്ത്രീകളെ ചെയ്യുന്ന വേറെ ഏറ്റവും വലിയ കഷ്ടത പുരുഷന്മാർക്ക് വേണ്ടാത്ത സീറ്റുകൾ, അതായത് വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര വിന്നബിലിറ്റി ഇല്ല എന്ന് തോന്നുന്ന സീറ്റുകളിൽ കൊണ്ടുപോയി നിർത്തുക. അങ്ങനെയൊക്കെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിർത്തിയാൽ വേണ്ടത്ര പിന്തുണ കൊടുക്കാതിരിക്കുക. ഇനി നിർത്തി മത്സരിക്കുന്ന സ്ത്രീകൾക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങൾ വരെ ഉന്നയിക്കുക.
അതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഇതിനെയൊക്കെ മറികടന്ന് വേണം സ്ത്രീകൾ വിജയിച്ചു വരാൻ. എന്നിട്ട് പോലും സ്ത്രീകളുടെ വിജയം 50%-ലധികമാണ്. 10 സ്ത്രീകൾ നിൽക്കുമ്പോൾ അതിൽ 5 സ്ത്രീകളിലധികം വിജയിക്കുന്നുണ്ട്. അതാണ് ചരിത്രം. പക്ഷേ ഈ ചരിത്രമൊന്നും അല്ല നമുക്ക് വിഷയം. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും സ്ത്രീകൾ നിന്നാൽ തോൽക്കുന്നു. അത് പിന്നെ ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ ഓരോ സമയത്തും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്, ആ പാർട്ടി നേതൃത്വമാണ്. ഞങ്ങൾ ഈ 33% സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്നുള്ളത് മാത്രമല്ല ഞങ്ങളുടെ ആവശ്യം. ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് 33% സ്ത്രീകൾ നിയമസഭയിൽ വന്നു എന്നിരിക്കട്ടെ. ഈ വരുമ്പോൾ തന്നെ ഉള്ളത് ഇതിൻ്റെ തീരുമാനം, ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കും വിപ്പ് എന്നൊരു സാധനമുണ്ട്. ഇപ്പം ഈ വിപ്പ് തീരുമാനിക്കുന്നത് പിന്നെ സ്ത്രീ അല്ലെങ്കിൽ ഓരോ പാർട്ടിയുടെയും വിപ്പ് ആരാണോ അയാൾ തീരുമാനിക്കുന്നത്. അതായത് വിപ്പ് ഒരാൾക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റും എന്നല്ല, പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. തീരുമാനം എടുക്കുന്ന ലെവലിൽ സ്ത്രീകൾ വേണം. അല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക? സ്ത്രീകൾ ഇപ്പോൾ എത്ര ശതമാനം ഉണ്ടായാലും രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ് നടപ്പാകുക. നമ്മളിപ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗക്കാരുടെ MLA-മാരെ പറ്റി നമ്മൾ പരാതി ഉന്നയിക്കും എന്ന് പറഞ്ഞാൽ അവർ ആ സമുദായത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിച്ചില്ല. അപ്പം നമുക്കറിയാം, പട്ടിക വർഗത്തിൻ്റെ ഭൂമിയുടെ അവസ്ഥയെപ്പറ്റി ആ ഒരു നിയമം വന്നപ്പോൾ നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു സംഗതിയാണ്, KR ഗൗരിയമ്മ മാത്രമാണ് ഈ 140 പേരിൽ ആ നിയമം ഭേദഗതി ചെയ്യരുത് എന്നാവശ്യപ്പെട്ടത്, അത് മാറ്റരുത് എന്നാവശ്യപ്പെട്ടത്. അപ്പോഴും ഈ 14 പട്ടികജാതി MLA-മാരും 2 പട്ടികവർഗ MLA-മാരും അവിടെ ഉണ്ട്. ആ അവസ്ഥ എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ്. അത് വരുന്നത് ഇത് ഈ പാർട്ടികൾ തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിന് അപ്പുറം പോകാൻ പലപ്പോഴും ഇവർക്ക് സാധിക്കില്ല. അങ്ങനെ വിപ്പ് ലംഘിച്ചാൽ പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഇതിന്ന് പുറത്തായി പോകലാണ് സംഭവം. അപ്പോഴാണ് നമ്മൾ തീരുമാനമെടുക്കുന്ന ഘട്ടങ്ങളിൽ ആ ബോഡികളിൽ സ്ത്രീകൾ വേണം എന്ന് പറയുന്നത്. അങ്ങനെ ആയാൽ, ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ഒരു മേജർ ഷെയർ സ്ത്രീകളുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് ഒന്നിച്ച് നിന്ന് ഈ നേതൃത്വത്തെ തിരുത്താൻ സാധിക്കും. പക്ഷേ അതിനേക്കാൾ എളുപ്പമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃത്വത്തിൽ സ്ത്രീകൾ ഉണ്ടാവുക, ഭരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സ്ത്രീകൾ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ആയാലേ സ്ത്രീ അനുകൂല നിയമങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഈ പട്ടികജാതി പട്ടികവർഗത്തിന് സംഭവിക്കുന്നത് പോലെ അവർക്കെതിരായ കാര്യങ്ങൾക്ക് പോലും കൈപൊക്കേണ്ട അവസ്ഥ അവർക്ക് വരുന്നുണ്ട്. അത് ഇതുകൊണ്ടാണ് പാർട്ടിയുടെ തീരുമാനത്തെ മറികടക്കാൻ പറ്റാതെ വരികയാണ്. അപ്പോൾ പാർട്ടിയുടെ തീരുമാനം സ്ത്രീകൾക്ക് അനുകൂലമായി വരണം, പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് അനുകൂലമായി വരണം. അത്തരത്തിലുള്ള ഒരു പാർട്ടി നേതൃത്വമാണ് ഉണ്ടായി വരേണ്ടത്. ആ നേതൃത്വം ഉണ്ടാകണമെങ്കിൽ എല്ലാത്തരം, ഇപ്പം ഞങ്ങളുടെ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം സ്ത്രീകളുടെ 33% ആവശ്യപ്പെടുന്നതിനൊപ്പം തന്നെ ഈ ട്രാൻസ്ജെൻഡറുകളുടെ കാര്യവും കൃത്യമായി ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ മുമ്പൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അത് നമുക്കത്ര ബോധ്യം വന്നിരുന്നില്ല, അതെന്തോ ഒരു പരിഹാസ്യമായ കാര്യം പോലെ കണക്കാക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതിയും ഒക്കെ ഇടപെട്ട് കേരളമാണെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് അനുകൂലമായ നിലപാടെടുത്ത ആദ്യത്തെ സംസ്ഥാനമൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ അവർ വിസിബിളാണ്. ഒരുപാട് ദുരിതങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ LGBTQ വളരെ വിസിബിളാണ്. അവരുടെ കണക്കെടുപ്പൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കണക്കെടുപ്പ് ഉണ്ടാകാത്തത് കൊണ്ട് ഇത്ര ശതമാനം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ പറയാം. എങ്ങനെ? കേരളത്തിൽ ഒരു സ്ത്രീ അധിക സംസ്ഥാനമാണ് കേരളം. വോട്ടർമാരുടെ കാര്യത്തിലും 52% സ്ത്രീകളാണ്, 48% പുരുഷന്മാരുള്ളൂ. അപ്പോൾ ഈ 52% സ്ത്രീകളെയാണ് ഈ 11 പേര് പ്രതിനിധാനം ചെയ്യുന്നത്. ലോക്സഭയിൽ ഒരാൾ പ്രതിനിധാനം ചെയ്യുന്നത്. രാജ്യസഭയിലേക്ക് പിന്നെ ഭാഗ്യത്തിന് ഒരു സ്ത്രീയെ വിട്ടതുകൊണ്ട് ഒരു സ്ത്രീയുണ്ട്. അവിടെയും ഇത്രയും പേരുടെ 9 പേരിൽ ഒരാൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ വളരെ ശോചനീയമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ കാര്യമാണ്. അവരുടെ കാര്യവും പറയുന്നത് സ്ത്രീകൾ മാത്രമാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോ പുരുഷ സംഘടനയോ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്
രാഷ്ട്രീയ അധികാരം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാ ഇടങ്ങളിലും അവർക്ക് പ്രാതിനിധ്യം വേണം എന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങളുടെ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനത്തിൻ്റെ നയരേഖയിൽ കൃത്യമായി അത് പറയുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ കൃത്യമായും 5 ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്. ഈ 5 ഡിമാൻഡുകളിൽ ഒന്ന്, സ്വാഭാവികമായും സ്ത്രീകൾക്ക് 33% സീറ്റുകളിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കുക, രാഷ്ട്രീയ പാർട്ടികളോടാണ് ആവശ്യപ്പെടുന്നത്. മറ്റത് 33% സംവരണം ഏർപ്പെടുത്തുക എന്നാണ് നയരേഖയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തേത്, ഒരു സീറ്റെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഡിമാൻഡ് 33% സ്ത്രീകൾ മന്ത്രിമാരായിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഞങ്ങൾ സത്യത്തിൽ ഈ 33 എന്ന് പറയുന്നത് 33 അല്ല വേണ്ടത്, ജനസംഖ്യ ആനുപാതികമായിട്ടുണ്ടാവുക എന്നുള്ളതാണ് നീതി. ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യത അതാണ്. ലിംഗപരമായ വിവേചനങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ തരത്തിൽ ജനസംഖ്യ ആനുപാതികമായ റെപ്രസെൻറ്റേഷൻ എല്ലാ നിയമനിർമ്മാണ സഭകളിലും ഉണ്ടാവണം. അതനുസരിച്ച് ഈ 140-ൽ 70-ലധികം സ്ത്രീകളാകേണ്ടതാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ 11-ൽ നിൽക്കുന്നത്. അപ്പോൾ മന്ത്രിമാരും ആ അനുപാതത്തിലുണ്ടാകണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 20 മന്ത്രിമാരുള്ളിടത്ത് 10 മന്ത്രിമാർ സ്ത്രീകളാകേണ്ടതാണ്. മറ്റൊരു ആവശ്യം, സ്ത്രീ പീഡന കേസുകളിൽ പെട്ടിട്ടുള്ള സ്ത്രീകളെയോ കുട്ടികളെയോ പീഡിപ്പിച്ചതായി പെട്ടിട്ടുള്ള കേസുകളിലുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കരുത് എന്നുള്ളതാണ്. അത് ഏറ്റവും അപമാനകരമായ ഒരു സംഗതിയാണ്. സ്ത്രീകളോട് അന്തസ്സായി പെരുമാറാൻ അറിയാത്ത ആളുകളെ നിയമസഭയിലേക്ക് ഈ സ്ത്രീകൾ തന്നെ വോട്ട് ചെയ്ത് പറഞ്ഞയക്കേണ്ടി വരുന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണ്, അങ്ങേയറ്റം അപമാനകരമാണ്. പിന്നൊന്നുള്ളത്, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മോഹമാണ് അടുത്ത മുഖ്യമന്ത്രി സ്ത്രീ ആയിരിക്കുക എന്നുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിക്കുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഈ 5 ഡിമാൻഡുകളാണ് ഇപ്പോഴത്തെ സർക്കാർ രാഷ്ട്രീയ പാർട്ടികളോട് നമ്മൾ ആവശ്യമായി ഉന്നയിക്കുന്നത്. ഈ ആവശ്യങ്ങൾ പാർട്ടികളുടെ മുന്നിൽ വയ്ക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ജനങ്ങൾക്ക് അതിലൊരു ബോധ്യം വരണം. അതാണ് പ്രധാനം. ആളുകൾക്ക് സ്ത്രീകളോട് ചെയ്യുന്നത് ഒരു നീതികേടാണ് എന്നുള്ള ബോധ്യമുണ്ടാകാൻ തക്ക പാകത്തിന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട്. പബ്ലിക് പരിപാടികൾ വളരെ കുറവേ ആയിട്ടുള്ളൂ. ആളുകളിലേക്ക് എത്തിക്കുക ഈ സന്ദേശം എന്നുള്ളതാണ്. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എല്ലാവരും ഇൻക്ലൂസീവ് ആകുക എന്നുള്ളതാണ്. ഇത്രയും കാലവും ലോക്സഭയിലേക്ക്, രാജ്യസഭയിലേക്ക്, ഈ രാജ്യത്തെ വിവിധ നിയമസഭകളിലേക്ക്, ഏറ്റവും വിശേഷിച്ച് കേരളത്തിൻ്റെ നിയമസഭകളിലേക്ക് സ്ത്രീകളെ കടത്താതിരിക്കാൻ പുരുഷന്മാരായ രാഷ്ട്രീയ നേതാക്കൾ വലിയ അധ്വാനം നടത്തിയിട്ടുണ്ട്. അവരെ എല്ലാം ഇപ്പം നമുക്ക് ചരിത്രം നോക്കുമ്പോൾ അറിയാം, സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി ഏറ്റവും അധികം കൂടെ കൂട്ടിയത് സ്ത്രീകളെയാണ്. പക്ഷേ അധികാരത്തിൻ്റെ തലത്തിലെത്തുമ്പോഴേക്ക് വളരെ മനോഹരമായി, വളരെ ശാസ്ത്രീയമായി സ്ത്രീകളെ പിന്നിലേക്ക് വീട്ടിലിരുത്താനും ഈ കാര്യങ്ങൾ, അധികാരത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും തീരുമാനങ്ങളും പുരുഷനിലേക്ക് കേന്ദ്രീകരിക്കാനും ഈ പിതൃകേന്ദ്രീകൃത സമൂഹത്തിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ അംഗീകരിക്കുന്ന, സ്ത്രീകളെ തുല്യതയോടുകൂടി കാണുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ജനാധിപത്യ വ്യവസ്ഥ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളോട് മാത്രമല്ല, എല്ലാ മനുഷ്യരോടുമാണ് ഞങ്ങളിത് ആവശ്യപ്പെടുന്നത്. സ്ത്രീകൾക്ക് ഭരണഘടന അംഗീകരിച്ച, ഭരണഘടന അനുവദിച്ചിരിക്കുന്ന തുല്യത, ഈ തുല്യത എന്ന് പറയുന്നത് എല്ലാ രംഗത്തുമാണ് വേണ്ടത്. അല്ലാതെ അധികാരത്തിൻ്റെ കാര്യത്തിൽ, ഭരണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സ്ത്രീയോട് മാറി നിൽക്കാൻ പറയുന്നത് പരിഹാസ്യമാണ്. അത് ഭരണഘടനയുടെ ലംഘനമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ നിയമം അനുസരിച്ചാണ്, ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പോൾ ഇവിടെ ഭരണഘടന ഉത്സവം നടക്കാൻ പോവുകയാണ് വിവിധ സ്ഥലങ്ങളിൽ. നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ, അതായത് MLA മാരും MP മാരും ഒക്കെ ഭരണഘടന ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടാണ്
അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അവരാലോചിക്കണ്ടേ ഈ ഭരണഘടനയിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന്? തുല്യതയെ പറ്റിയാണ് അത് എഴുതിയിരിക്കുന്നത്, ലിംഗസമത്വത്തെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അത് രാഷ്ട്രീയ അധികാരത്തിൻ്റെ കാര്യം കൂടിയാണ്. ആ രാഷ്ട്രീയ അധികാരത്തിലേക്ക് സ്ത്രീകൾ തീർച്ചയായിട്ടും വരേണ്ടതുണ്ട്. വോട്ടവകാശത്തിന് സമരം ചെയ്ത് രക്തസാക്ഷിത്വം വരിച്ച എമിലി ഡേവിസൺ എന്നാണ് അവരുടെ പേര്. രക്തസാക്ഷിത്വം വരിച്ച എമിലി ഡേവിസൻ്റെ ഓർമ്മയിലാണ് ഞങ്ങൾ ഈ 2023 ഈ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് ആരംഭിച്ചത്. ആ ഒരു ഊർജത്തിൽ ഈ അവകാശങ്ങൾ നേടുന്നത് വരെ എല്ലാവരും ഒപ്പമുണ്ടാകണം, ഒപ്പം നിൽക്കണം എന്നുള്ള സന്ദേശമാണ് സ്ത്രീകളോടും പൊതുസമൂഹത്തോടും ഞങ്ങൾ വെൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടിയിലെ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണം എന്നാണ്. ഈ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഞങ്ങളോട് വലിയ താല്പര്യമാണ്. ഈ ആശയം വളരെ ജെനുവിനാണെന്ന് അവർക്കറിയാം. നിങ്ങൾ ഈ ലോക്സഭയിൽ ഇത് പാസ്സാക്കിയപ്പോൾ 1996 ഇത് വന്നത്. 27 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഈ നിയമം പാസ്സാവാൻ. ഇപ്പോൾ ഒരിക്കൽ ഈ നിയമം ലോക്സഭയാണ് കടന്നത് അല്ലേ? ലോക്സഭയിൽ ഇത് പാസ്സായ സമയത്ത് എല്ലാ പാർട്ടിയിലും പെട്ട സ്ത്രീകൾ ഒന്നിച്ച് ആഹ്ലാദിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും സ്ത്രീകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അത് അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. അപ്പം നമ്മൾ ഈ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം അവരോട് ഇക്കാര്യം പറയുമ്പോൾ അവർ ഞങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു, ഞങ്ങളിത് ചെയ്യുന്നത് വലിയ നല്ല കാര്യമാണെന്ന് പറയുന്നു. പക്ഷേ അവർക്ക് അവരുടെ പാർട്ടികളിൽ ഇതൊരു ഡിമാൻഡായി ഉന്നയിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത്. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുരുഷ കേന്ദ്രിതമാണ്. ഓരോരോ ന്യായങ്ങൾ പറയും അവർ. നേരത്തെ പറഞ്ഞപ്പോൾ ഫാസിസത്തെ ചെറുക്കണ്ടേ എന്നാണ് ഒരു ചോദ്യം. ഫാസിസത്തെ ചെറുക്കാൻ എന്താ, സ്ത്രീകൾ വിജയിച്ചാൽ സ്ത്രീകൾ ഫാസിസ്റ്റുകളാണോ? അപ്പോൾ അങ്ങനെ ഓരോ തവണയും ഓരോ ന്യായം പറഞ്ഞ് സ്ത്രീകൾക്ക് സീറ്റ് നിഷേധിക്കലാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടിയിലെ സ്ത്രീകൾക്ക് ഇത് ആവശ്യപ്പെടാൻ ഉള്ള സ്വാതന്ത്ര്യം പുരുഷ നേതൃത്വം കൊടുത്തിട്ടില്ല എന്നാണ്. അതാണ് ആ വാക്ക്, സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം അവർക്കില്ല. അവർ പറയുന്നത് ഞങ്ങൾ പാർട്ടിയിൽ ഇത് ഉന്നയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്, ശരിയായിരിക്കാം. പക്ഷെ അത് നടപ്പാകുന്നില്ല. പക്ഷെ നമ്മളുടെ പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ഈ ജനാധിപത്യ ബോധം രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിനുണ്ടാകും എന്നും ജനാധിപത്യ വിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് സ്ത്രീകളുടെ ഈ രാഷ്ട്രീയ അധികാരം തടഞ്ഞു വച്ചിരിക്കുന്നത് എന്നും ഈ 140 സീറ്റിൽ 70 സീറ്റ് സ്ത്രീകളുടേതാണ്, ആ സീറ്റിലാണ് അനധികൃതമായി തങ്ങൾ കയറിയിരിക്കുന്നത് എന്നും അവർക്ക് ബോധ്യമുണ്ടാകുമെന്നും അതവരൊഴിഞ്ഞു കൊടുക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. KSFE, ഈ നാടിന്റെ ധൈര്യം.